എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വൈജയന്തിയെ കാണാൻ വേണ്ടി കമല ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ഈ സമയം വൈജയന്തി കിടന്ന് ഉറങ്ങുമായിരുന്നു. വൈജയന്തിയെ കമല വിളിച്ച് എഴുന്നേൽപ്പിക്കും. അയ്യോ, കമലയുടെ തല പൊട്ടി ചോര ഒലിക്കുമല്ലായിരുന്നു, അതൊക്കെ ശരിയായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ് കമല. എന്നിട്ട് നിനക്ക് എന്താടി പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് സ്വബോധം വരും. അയ്യോ, ഞാൻ എവിടെയാണ് എന്നിങ്ങനെ പറഞ്ഞ് ചുറ്റും നോക്കിയിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു. നമ്മുടെ വീട്ടിലാണ് ചേച്ചിയുടെ തലയിൽ വലിയൊരു തേങ്ങ വീണ് തല പൊട്ടി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ നിനക്ക് വേറെ ആരെയും അതിൽ സ്വപ്നത്തിൽ കാണാൻ പറ്റിയില്ല അല്ലേ, എന്നെ തന്നെ കണ്ടല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് കസേരയും വലിച്ചിട്ട് അവിടെ ഇരിക്കും. എന്നിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുവാണ്. അതിൻ്റെ കൂടെ നീ വാടക വീടെടുത്ത് മാറുവാണോ, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അതിനി മാറ്റമൊന്നും ഇല്ലേ എന്നോട് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട്, എനിക്കൊരച്ഛനും ഒരമ്മയും ഒരു വാക്കുവേ ഉള്ളൂ, ആ വാക്ക് മാറണമെങ്കിൽ ഞാൻ മരിക്കണം, അതുകൊണ്ട് ഇത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പം നീ അങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്, നിൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോകും എന്നൊക്കെ പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട്, അതിൻ്റെ അകത്ത് എനിക്ക് ടെൻഷനൊന്നുമില്ല, കാരണം ഇത് എൻ്റെ കുഴപ്പം കൊണ്ടല്ല സംഭവിക്കുന്നത്, ആ വീട്ടിൽ ഞാനും അലീനയും കൂടെ ഒരുമിച്ച് പോകില്ല എന്ന് ഞാൻ ബാലേന്ദ്രനോട് പറഞ്ഞതാണ്. അന്നേരം അയാൾക്ക് ഭയങ്കര വാശി, അവൾ അവിടെ തന്നെ വേണമെന്ന്. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച് അവിടെ ജീവിച്ചോട്ടെ, ഞാൻ അങ്ങ് മാറിക്കൊടുത്തേക്കാം, എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുവാണ്. അന്നേരം ഇത്രയൊക്കെ പറഞ്ഞിട്ട് കമല പറയും, അതിപ്പോൾ എന്തെങ്കിലും ആവട്ടെ, നീയും ബാലേന്ദ്രനോട് തീരുമാനിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, ഇന്നിപ്പം ബാലേന്ദ്രനും അലീനയും കൂടെ എറണാകുളത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയും. അന്നേരം എറണാകുളത്തേക്കോ, പിള്ളേർ പോലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ല എന്ന് പറയുമ്പം അത് പറയാത്തത് നിന്നെ പേടിച്ചിട്ടായിരിക്കും എന്ന് പറയും. അന്നേരം എന്നാലും ബാലേന്ദ്രന് നാണമില്ല അവളെയും കൊണ്ട് ആ എറണാകുളത്തേക്ക് പോകാൻ, അതും വേലക്കാരിയും കൊണ്ട് എന്ന് പറയുമ്പം വേലക്കാരി അല്ലല്ലോ, അയാളുടെ മകളാണ് എന്നല്ലേ പറയുന്നത് എന്ന് പറയും. അന്നേരം വൈജയന്തി പറയുവാണ്, അത് എറണാകുളത്തുള്ളവർക്ക് അറിയത്തില്ലല്ലോ, അവരുടെ മുമ്പിൽ നാണാവില്ല, ഇയാൾ ഇത്രയ്ക്ക് അല്ലേ ഉള്ളൂ എന്ന് അവർ വിചാരിക്കുകയല്ലേ എന്നൊക്കെ പറയുവാണ്. ഡിവോഴ്സിന് പേപ്പറും കൊടുത്തിട്ടിരിക്കുന്ന ആളാണ്, പക്ഷേ ബാലേന്ദ്രൻ്റെ കൂടെ അലീന പോയി എന്ന് പറയുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. അന്നേരം കമല പറയുന്നുണ്ട്, പോയത് രോഹിത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് എന്ന്. അന്നേരം അവൾ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നെ ഉണ്ടാക്കാനാ, ഇനിയിപ്പോൾ രോഹിത്ത് അവൾ പറഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കും അവളും ബാലേന്ദ്രനും, അത് കേൾക്കുന്ന അവൻ അവിടെ തന്നെ കിടക്കുന്നതാണെന്ന് വൈജയന്തി പറയുവേ. അന്നേരം കമല പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലേ വൈജയ്, എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുവാണെങ്കിൽ രക്ഷിക്കട്ടെ, അങ്ങനെ രോഹിത്തിനെ രക്ഷിക്കുന്നതിന് കൂടെ ഹരിയും കൂടെ ഒന്ന് കയറ്റിവിടാൻ പറ്റുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് പറയും. അന്നേരം അതെങ്ങനെ സാധിക്കാനാ എന്ന് ചോദിക്കുമ്പം കമല പറയുക, എങ്ങനെയെങ്കിലും ഹരിയെ കൂടെ ഒന്ന് ഉൾപ്പെടുത്താൻ ഒന്ന് നീ പറയാവോ ബാലേന്ദ്രനോട് ചോദിക്കുമ്പോൾ, ഞാൻ ബാലേന്ദ്രനോട് പറയാനോ, ഞാനത് ചെയ്യില്ല, പിന്നെ അലീനയോട് അവളോട് ഞാൻ മിണ്ടണമെങ്കിൽ ഞാനങ്ങ് മരിച്ച് മുകളിലോട്ട് പോകണം എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം പിന്നെ എങ്ങനെയാണ് ഒന്ന് പറയാൻ പറ്റുന്നത്, ഹരിയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുവാണെങ്കിൽ അവനും കൂടി ഒന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, അതിനെന്തെങ്കിലും മാർഗ്ഗമുണ്ടോ എന്ന് ചോദിക്കും. എന്നിട്ട് കമല തന്നെ പറയുവാണ്, അലീനയും കൃഷ്ണമോളും ഭയങ്കര ദോസ്തുക്കളാണ്, അതുകൊണ്ട് കൃഷ്ണമോളോട് പറയാമോ എന്ന്. അന്നേരം അത് വേണമെങ്കിൽ ഞാൻ നോക്കാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കമല ഭയങ്കര സുഖിപ്പിച്ച് പറയുവാണ്, നീ ഏതായാലും വാടക വീട്ടിലേക്ക് മാറുന്ന ദിവസം വിളിക്കുക, ഞങ്ങൾ വന്ന് നിന്നെ അങ്ങോട്ടാക്കി തരാം, അതുപോലെ ശിവേട്ടനെയും ഞാൻ കൂട്ടാം എന്നൊക്കെ പറയും. എന്നിട്ട് നീ പഴയ പോലെ ഒന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടാൽ മതി എനിക്ക് എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് പറയുവാണ്, ഹരിയും കൂടെ രക്ഷപ്പെടുവാണെങ്കിൽ നിനക്ക് എന്നെ വേണമെങ്കിലും ഞാൻ തരാമെന്ന്. അന്നേരം ഒരു ചിരിയോടെ ഇതെല്ലാം കേട്ട് കിടപ്പുണ്ട് വൈജയന്തി. ഈ സമയം കൊണ്ട് കുരിയച്ചൻ അങ്ങ് ഗ്രേസിയമ്മയുടെയും മാമച്ചൻ്റെയും വീട്ടിലേക്ക് എത്തി. കുരിയച്ചൻ വന്നതേ അവരിറങ്ങിപ്പോയി സ്വീകരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കയറി വരുന്ന കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ മാമച്ചായ പ്രശ്നം, മറ്റേ പെണ്ണ് കേസ് തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമമാകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനെ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും. ഏതായാലും അകത്തേക്ക് കയറി വരുന്നു. എന്നിട്ട് പരിചയപ്പെടുത്തുവാണ്, ഇത് ബാലേന്ദ്രൻ മേനോൻ, പാലയിലെ ഇദ്ദേഹത്തിന് ടെക്സ്റ്റൈൽ ഷോപ്പും അതുപോലെ ജ്വല്ലറിയും ഹാർഡ്വെയർസും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പം എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് പാലയിൽ വെച്ചായിരിക്കും, എൻ്റെ ഷോപ്പിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും, അങ്ങനെയായിരിക്കും എന്ന് പറയുമ്പം അത് നേരെ എൻ്റെ ഭാര്യയുടെ അനിയത്തി പാലയിലാണ്, അവൾ സ്വർണ്ണം എടുക്കാനൊക്കെ നിങ്ങളുടെ കടയിൽ വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുവേ. എന്നിട്ടിരിക്കും. എന്നിട്ട് എന്താ കാര്യമെന്ന് ഒന്നുകൂടെ ചോദിക്കുവാണ് കുരിയാച്ചൻ. അന്നേരം മറ്റേ പെണ്ണ് കേസിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ് എന്ന് ബാലേന്ദ്രൻ പറയുന്നു. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പം കുരിയാച്ചൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആ പെൺകുട്ടി രോഹിത്ത് ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യം കോടതിയിൽ പറയുമോ എന്ന് ചോദിക്കുമ്പം അത് സംശയമാണ്, ആകെ പറഞ്ഞേക്കുന്ന അലീനയോട് മാത്രമാണ്, അതിനി വേറെ ആരുടെയും പറയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടി ചായയും പലഹാരങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട് അലീനയും അതുപോലെ ഗ്രേസിയമ്മയും കൂടെ. എന്നിട്ട് അവരെ പോയി വിളിക്കുവാണ് ചായ കുടിക്കാമെന്ന് പറഞ്ഞ്. ചായ കുടിക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുമ്പോഴും അവർ ഇതിനെപ്പറ്റിയൊക്കെയാണ് ചർച്ച. എന്നിട്ട് ഗ്രേസിയമ്മ അലീനയെ വിളിച്ച് കാണിച്ചു കൊടുക്കും, ഈ അലീനയ്ക്ക് വേണ്ടിയാണ് അന്ന് കുരിയച്ചൻ ഇടപെട്ടത് എന്ന് പറഞ്ഞ്. അന്നേരം
എന്തായാലും അതിൻ്റെ ബലം ഉണ്ടായല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ടായി അങ്കിൾ എന്ന് പറഞ്ഞൊരു താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അലീന. എന്നിട്ട് പറയുന്നുണ്ട് DYSP നേരിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നു, എന്നിട്ട് എന്നെ വീട്ടിൽ കൊണ്ടുവിടാനും പോലീസുകാരോട് പറഞ്ഞു എന്നൊക്കെ പറയും. അന്നേരം കുര്യച്ചൻ ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടി അലീനയോട് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞു, അതേ കാര്യം ചുമ്മാ പറഞ്ഞതാണോ അതോ ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പം അവൾ ശരിക്കും കുറ്റബോധം കൊണ്ട് എന്നോട് തുറന്നു പറഞ്ഞതാണ് എന്ന് പറയും. അന്നേരം കുര്യച്ചൻ ചോദിക്കുന്നുണ്ട് അതേ കുറ്റബോധം കൊണ്ട് അവൾ കോടതിയിൽ ഈ കാര്യങ്ങൾ തുറന്നു പറയുമോ, അങ്ങനെ പറയാവോ എന്ന് ചോദിച്ചില്ലേ എന്ന്. അന്നേരം അലീന പറയും അവൾക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, അത് കളയാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചോദിച്ചില്ല എന്ന്. അന്നേരം ഗ്രേസിയമ്മ പറയും അതായിരുന്നു നല്ലത്, അല്ലാതെ അന്നേരം നമ്മൾ അല്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ട, അത് ശരിയായിരുന്നു എന്നൊക്കെ ഗ്രേസിയമ്മയും അലീനയുടെ ഭാഗം കൂടുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെ കേട്ട് കഴിയുമ്പം കുര്യച്ചൻ പറയുവാണ് അപ്പം ആ പെൺകുട്ടി വഴി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ എന്ന്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് സാധിക്കില്ല, അലീന അവിടെ ചെന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലീന അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴേ അവളുടെ വീട്ടുകാരെ അലീനയുമായിട്ടുള്ള ബന്ധം കട്ട് ചെയ്തു, അലീനയോട് ആ കോളനി പോലും കയറിയേക്കരുതെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറയും. അന്നേരം കുര്യച്ചൻ പറയും എങ്കിൽ ഞാൻ ജോബിയെ ഒന്ന് വിളിക്കാമെന്ന്. അങ്ങനെ ജോബിയെ വിളിക്കും. എന്നിട്ട് നീ ഓഫീസിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തുകൊണ്ട് അപ്പുറത്തേക്ക് പോവാണ്. അന്നേരം ബാലേന്ദ്രൻ ഈ ചായ ഒന്നും കുടിക്കുന്നില്ല കേട്ടോ, പറയുമ്പോൾ ഒരു സിപ്പ് എടുക്കും, എന്നിട്ട് ഇങ്ങനെ ടെൻഷനോടെ നോക്കിയിരിക്കുക. അന്നേരം ഗ്രേസിയമ്മ പറയും ആ ചായ എടുത്ത് കുടിക്കുക, ടെൻഷൻ ആകണ്ട, കുര്യച്ചന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തരും എന്ന് പറയുന്നുണ്ട്. അന്നേരം ഒരു സിപ്പ് എടുക്കും ചായ, എന്നിട്ട് ഇങ്ങനെ ടെൻഷനോടെ കുര്യച്ചൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്കും സംസാരിച്ച് കഴിഞ്ഞ് കുര്യച്ചൻ ഇങ്ങോട്ട് നടന്നു വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് എടാ നീ ഉച്ച കഴിഞ്ഞ് ലീവ് എടുത്തോളാം, ഞങ്ങൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഇറങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. ഫോൺ വെച്ചിട്ട് കുര്യച്ചൻ പറയുവാണ് നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങണമെന്ന്. അന്നേരം ഇപ്പം തന്നെയോ ചോറിനിട്ട് പോയാൽ മതി എന്ന് പറയും ഗ്രേസിയമ്മ. അന്നേരം ഇപ്പോൾ 12 മണിയായി, ഇവിടുന്ന് ഇപ്പോൾ പുറപ്പെട്ടാലേ അങ്ങോട്ട് 1:30 ചെല്ലാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ചെയ്യണം, മാറ്റി വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുവാണ് എന്ന് പറയും. പിന്നെ അവിടെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അനിയനൊക്കെ വന്നിട്ടില്ലേ, അതുകൊണ്ട് ആ ഭക്ഷണം എനിക്ക് കഴിക്കണം, പിന്നെ ഇതുപോലെ ഭക്ഷണം കിട്ടത്തില്ല, അവർ വന്നുകൊണ്ടാണ് ഈ ആർഭാടം എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അവർ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ബാലേന്ദ്രൻ പ്രത്യേകം നന്ദി പറയുന്നുണ്ട് മാമിച്ചായനോട്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അലീനയ്ക്ക് വേണ്ടിയാണ്, അലീന വന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അന്നേരം അതെനിക്കറിയാമെന്ന് ബാലേന്ദ്രൻ പറയുന്നു. അങ്ങനെ യാത്ര പറഞ്ഞ് അവർ ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞ് ബാലേന്ദ്രനോട് കുര്യച്ചൻ പറയുന്നുണ്ട് നിങ്ങൾ പുറകെ പൊക്കോ, ഞാൻ പുറകെ എത്തിക്കോളാം എന്ന്. അങ്ങനെ അവരവിടുന്ന് പോരുന്നു. പിന്നെ കാണിക്കുന്ന വൈജയന്തിയാണ്. വൈജയന്തിയെ കാണാൻ വേണ്ടി ബബിത ചെല്ലും. അന്നേരം അമ്മ എന്ന് വിളിക്കുന്നത് ഇങ്ങനെ തുറച്ച് നോക്കിയിരിക്കുക. അന്നേരം അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നത്, അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ ബബിതയാണ് എന്ന് പറയുമ്പോൾ ബബിതയല്ല കുബിത എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക. അന്നേരം അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പം നിൻ്റെ അച്ഛൻ എന്തിയെന്ന് ചോദിക്കും. അച്ഛൻ എറണാകുളത്ത് പോയി. അലീനയോ എന്ന് ചോദിക്കുമ്പം അച്ഛൻ്റെ കൂടെ പോയി അലീന എന്ന് പറയും. അന്നേരം ദേഷ്യപ്പെട്ടിട്ട് അച്ഛൻ്റെ കൂടെ പോയി അലീന, അതോ അവളുടെ കൂടെ നിൻ്റെ അച്ഛനാണോ പോയത് എന്ന് ചോദിക്കും. അന്നേരം അമ്മ അവർ പോയത് രോഹിയേട്ടൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ എന്നെ രോഹിയേട്ടൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന്, അവൾ പോയിട്ട് എന്നാ നടക്കാനാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അന്നേരം എന്ത് നടക്കാനാണെങ്കിലും പറ്റുന്നത് ചെയ്യട്ടെ, അതിൻ്റെ ഫലം കിട്ടുന്നത് രോഹിയേട്ടനല്ലേ എന്നൊക്കെ പറയും. അന്നേരം അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ വൈജയന്തിക്ക്. അവളുടെ കൂടെ പോകേണ്ട വല്ല കാര്യമുണ്ടോ, പോയിട്ട് എങ്ങനെയാണ് ഇന്ന് തന്നെ തിരിച്ചു വരുമോ, അതോ വല്ല റിസോർട്ടിലേക്കും പോവുക രണ്ടും കൂടെ എന്നൊക്കെ പറയുമ്പോൾ അമ്മ എന്നത് ഈ പറയുന്നത്, അമ്മ ഇങ്ങനെയാണ് പഴയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കെട്ടിപ്പറക്കി വെച്ചേക്കും, എന്നിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാം അങ്ങ് അഴിച്ചിടും, ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം എന്നാലും നീ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ, എന്തേടി കൃഷ്ണമോള് എന്ന് ചോദിക്കും. അന്നേരം കൃഷ്ണമോള് വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അവളെ ഞാനൊന്ന് കാണുന്നുണ്ട്, അവൾക്കേലും എന്നോട് ഇതൊന്ന് വിളിച്ച് പറയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുവാണേ. അന്നേരം ബബിത ചോദിക്കും അമ്മ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അമ്മ ഡിവോഴ്സിന് പേപ്പർ കൊടുത്തതല്ലേ അച്ഛന്, അപ്പം അമ്മയുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും രേഖകളിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ് ബാലേന്ദ്രൻ, അത് നീ എനിക്ക് പറഞ്ഞാൽ മനസ്സിലാക്കിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദേഷ്യത്തിന് ഡിവോഴ്സ് കൊടുത്തു എങ്കിലും ബാലേന്ദ്രൻ്റെ കൂടെ അലീന പോകുന്നു, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് അടുക്കുന്നു മകളെന്ന രീതിയിലാണെങ്കിൽ പോലും അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല വൈജയന്തിക്ക്. ഏതായാലും ഇത് കാണുമ്പോൾ ബബിത പറയുന്നുണ്ട് ഏടിലെ പശു പുല്ല് തിന്നില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ അമ്മയുടെ അവസ്ഥ എന്ന്. അത് കേൾക്കുമ്പം ഇത്തിരി ദേഷ്യമൊക്കെ വന്ന് ഇങ്ങനെ കിടക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിലും രോഹിത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന കൃഷ്ണമോളെയും ബബിതയും കാണിക്കുന്നുണ്ട്. അതുപോലെ ബാലേന്ദ്രൻ വന്നതിന് ശേഷം ഭയങ്കര വിഷമത്തോടു കൂടി സംസാരിക്കുന്നുണ്ട്. രോഹിത്തിനെ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവർക്ക് ശരണ്യയുടെ വീട്ടുകാർക്ക് എത്ര പണം വേണേലും കൊടുക്കായിരുന്നു, അവർക്ക് അതുപോലല്ലോ അവൻ്റെ ചോരയല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ പറയുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ശരണ്യയുടെ അച്ഛനെ ആരോ ഫോം വിളിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ ചെറിയ ചെറിയ ഇൻസിഡൻസും കാണിക്കുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.